ഹായ് ഓൾ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. നമ്മൾ ബീഹാർ ഇലക്ഷനെ കുറിച്ച് ആണല്ലോ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ഇപ്പോൾ പ്രാധാന്യം നൽകുന്നതും. കാരണം ഇന്ത്യയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പാണ് ബീഹാറിലേത്. അതുകൊണ്ട് തന്നെ അതിന് വളരെ വാർത്താ പ്രാധാന്യവുമുണ്ട്. ഇന്ന് പ്രമുഖ തിരഞ്ഞെടുപ്പ് വിദഗ്ധൻ പ്രശാന്ത് കിഷോർ പ്രമുഖ ഒരു വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖം, അതുമായി ബന്ധപ്പെട്ട വാർത്തകളും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മുന്നണികളെല്ലാം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടന്നു. അത് BJP ആകട്ടെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പുറത്തുവിട്ടു. ആദ്യഘട്ടത്തിൽ അവർ 71 പേരുടെയും ഇന്ന് രണ്ടാം ഘട്ടമായി 12 പേരുടെയും അടക്കം 83 സ്ഥാനാർത്ഥികളെ BJP പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 101 സീറ്റുകളിലാണ് BJP മത്സരിക്കുന്നത്. JDU സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടു. 57 പേരുടെ പട്ടികയാണ് പുറത്തുവിട്ടത്. 101 സീറ്റിൽ തന്നെയാണ് JDU മത്സരിക്കുന്നത്. പിന്നെ മറ്റു കക്ഷികളും പുറത്തുവിട്ടിട്ട് സ്ഥാനാർത്ഥി പട്ടികകളൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട്. ഇത് പ്രമുഖ കക്ഷികളുടെ കാര്യമാണ് നമ്മൾ സൂചിപ്പിച്ചത്. പ്രശാന്ത് കിഷോർ വളരെ ഒരു വ്യത്യസ്തമായ ഒരു പ്രവചനമാണ് നടത്തിയിരിക്കുന്നത്. NDA മുന്നണി അധികാരത്തിൽ നിന്ന് പുറത്തേക്കാണ്, നിതീഷ് കുമാർ ഇനി തിരിച്ചു വരില്ല എന്നൊക്കെയാണ് പ്രശാന്ത് കിഷോറിന്റെ പ്രവചനങ്ങൾ. അദ്ദേഹം തിരഞ്ഞെടുപ്പ് വിദഗ്ധനാണ്. നിതീഷ് കുമാറുമായും നേരിട്ട് ബന്ധം ഉണ്ടായിരുന്ന ഒരു കക്ഷിയുമാണ് അദ്ദേഹം. നിതീഷ് കുമാറിന്റെ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് അങ്ങനെ എന്തൊക്കെ ആയിരുന്നു. അദ്ദേഹം ആ പാർട്ടിയിൽ ഒക്കെ വളരെ സജീവമായി അത് നടന്നിരുന്നു. ഇപ്പുറത്തും ഇന്ത്യ മുന്നണിയിലും പ്രശാന്ത് കിഷോർ പല തെരഞ്ഞെടുപ്പുകളിലും പ്രവചനങ്ങളും കാര്യങ്ങളും നേതൃത്വം ഉപദേശവും ഒക്കെ നൽകിയിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പ്രവചനമാണ് NDA മുന്നണി അധികാരത്തിൽ നിന്ന് പുറത്തേക്കാണ് പോകുന്നത്. നിതീഷ് കുമാറിന് 25 സീറ്റെങ്കിലും കിട്ടുവാൻ വിയർക്കേണ്ടി വരും എന്നൊക്കെയാണ് ഇന്ന് പ്രശാന്ത് കിഷോർ PTIക്ക് നൽകിയ ഒരു പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതാണ് ഇന്നത്തെ ഏറ്റവും ബീഹാറുമായി ബന്ധപ്പെട്ട് ട്രെൻഡിങ് വാർത്തയായി മാറിക്കൊണ്ടിരിക്കുന്നത്. പ്രശാന്ത് കിഷോറിന്റെ ഇത്തരം പ്രവചനങ്ങളാണ്. പ്രശാന്ത് കിഷോർ അത് ഇന്ത്യ ബ്ലോക്കിനെയും നന്നാക്കി പറഞ്ഞിട്ടില്ല. അതാണ് അതിന്റെ വേറെ ഒരു പ്രത്യേകത. ഇന്ത്യ ബ്ലോക്കിലും JDU, ഇന്ത്യ ബ്ലോക്കിലെ RJDയും ഇന്ത്യ മുന്നണിയിലെ പ്രധാന കക്ഷികളൊക്കെ കോൺഗ്രസും ഒന്നും ഒരു നല്ല രൂപത്തിലല്ല മുന്നോട്ട് പോകുന്നത് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഒരിക്കലും അവസാനിക്കാത്ത തർക്കമുണ്ട് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. RJDയും ഇന്ത്യ മുന്നണിയുടെ കാര്യത്തിലും അദ്ദേഹം അതേ അഭിപ്രായം തന്നെയാണ്. RJD കോൺഗ്രസ് ഒരിക്കലും അവസാനിക്കാത്ത തർക്കവുമായി മുന്നോട്ട് പോവുകയാണ് എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അദ്ദേഹം ഒരു വ്യത്യസ്ത അഭിപ്രായം കൂടി പങ്കുവച്ചു. തന്റെ പാർട്ടിയിൽ താൻ ഇപ്പോൾ മത്സര രംഗത്തുണ്ടാവില്ല. താൻ മുഴുവൻ സീറ്റുകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടി, എല്ലാ മണ്ഡലത്തിലും എത്തിപ്പെടുന്നതിന് വേണ്ടി താൻ ഇപ്പോൾ ഒരു മണ്ഡലം കേന്ദ്രീകരിക്കുന്നില്ല. അതുകൊണ്ട് താൻ ഇപ്പോൾ മത്സരിക്കുന്നില്ല. തന്റെ സ്ഥാനാർത്ഥികൾ എല്ലാ മണ്ഡലത്തിലുമുണ്ട്, എല്ലാ മണ്ഡലത്തിലും എത്തിപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ മത്സരിക്കുന്നില്ല എന്നാണ് അദ്ദേഹം അഭിപ്രായം. ജൻ സ്വരാജ് പാർട്ടി എന്നാണ് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പേര്. ജൻ സ്വരാജ് പാർട്ടി. അദ്ദേഹം അവകാശപ്പെടുന്നത് 150 സീറ്റിൽ കുറവ് ലഭിച്ചാൽ അത് ഞാൻ പരാജയമായി കണക്കാക്കും എന്നാണ്. 150 സീറ്റിൽ കുറവാണ് ലഭിക്കുന്നതെങ്കിൽ അത് ഞാൻ പരാജയമായിട്ടാണ് കണക്കാക്കുക എന്നാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഒരു ഭൂരിഭാഗം സീറ്റും നേടി ജൻ സ്വരാജ് പാർട്ടി, അദ്ദേഹത്തിന്റെ പാർട്ടി അധികാരം പിടിക്കും എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രവചനങ്ങൾ, സാധാരണ അദ്ദേഹത്തിന്റെ പ്രവചനങ്ങൾക്ക് കുറച്ചൊക്കെ പ്രാധാന്യം കിട്ടാറുണ്ട്. ഇന്ന് ഒട്ടും പ്രാധാന്യം കിട്ടാത്തത് കൊണ്ട് ഇത് തന്നെയാണ്. ഇത് രണ്ട് മുന്നണി, ഇന്ത്യ മുന്നണിയെയും NDA മുന്നണിയെയും കണക്ക് തീർത്ത് പറയുകയും ചെയ്തു എന്ന് മാത്രമല്ല, ഇത്തരം ഒരു അവകാശവാദം അവിടെ ഉന്നയിച്ചപ്പോഴാണ് അദ്ദേഹത്തിന്റെ പ്രവചനങ്ങൾക്ക് ഒരു മാറ്റുകുറവ് വന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവചനത്തിന് നല്ല പ്രാധാന്യം ലഭിക്കാറുണ്ട് ഇലക്ഷൻ ടൈമിൽ. പ്രശാന്ത് കിഷോർ തെരഞ്ഞെടുപ്പ് വിദഗ്ധനാണ് എന്നൊക്കെയാണ് പറയുന്നത്.
150 സീറ്റിൽ കുറവാണ് അദ്ദേഹത്തിന്റെ പാർട്ടി, ജൻ സുരജി എന്നാണ് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പേര്. അദ്ദേഹത്തിന്റെ പാർട്ടി 150 സീറ്റിൽ കുറവാണ് ലഭിക്കുന്നതെങ്കിൽ അത് ഞാൻ പരാജയമായി കണക്കാക്കും എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അപ്പൊ അദ്ദേഹം അവകാശപ്പെടുന്നത് മറ്റേ മുഴുവൻ സീറ്റിലും അവർ ജയിക്കും എന്ന് തന്നെയാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ 1/3 സീറ്റെങ്കിലും ലഭിക്കും എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം. ഇതുകൊണ്ട് തന്നെയാണ് ഈ വാർത്ത വളരെ പ്രാധാന്യം ഉണ്ട് എങ്കിലും വാർത്ത ഒരു വിശ്വാസയോഗ്യമല്ലാത്ത ഒരു പ്രവചനങ്ങളായതുകൊണ്ട് തന്നെ അതിന് വലിയ പ്രാധാന്യം ലഭിക്കുന്നുമില്ല. വാർത്ത എല്ലാവരും ശ്രദ്ധിക്കും, കാരണം പ്രശാന്ത് കിഷോറാണ് പറയുന്നത്, അത് PTIയുടെ അഭിമുഖമാണ്. ഇതൊക്കെയാണെങ്കിലും വാർത്ത എല്ലാവരും ശ്രദ്ധിക്കും. പക്ഷെ പ്രവചനങ്ങളൊന്നും ഒരു ശരിയായ രൂപത്തിൽ എത്തിപ്പെടാത്തത് കൊണ്ട് തന്നെ അത് പിന്നെ അതുമല്ല 150 സീറ്റിൽ കുറവാണ് തന്റെ പാർട്ടിക്ക് ലഭിക്കുന്നതെങ്കിൽ, പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിക്ക് 150 സീറ്റിൽ കുറവാണ് ലഭിക്കുന്നതെങ്കിൽ അത് പരാജയമായി കണക്കാക്കും എന്നൊക്കെയാണ് അദ്ദേഹം അവകാശം. എന്ന് മത്സരിക്കുന്നതിന്റെ മുഴുവൻ ഒരു 3/4 സീറ്റും അദ്ദേഹം നേടും എന്നാണ് ഈ അവകാശവാദത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രശാന്ത് കിഷോറിന്റെ പ്രവചനങ്ങൾക്ക് വാർത്താ പ്രാധാന്യം ലഭിക്കുന്നുണ്ട് എങ്കിലും അത് ഒട്ടും യോജിക്കാൻ പറ്റാത്ത ഒരു ലോജിക്കുമില്ലാത്ത ഒരു പ്രവചനമായി മാറിപ്പോയി. അതുകൊണ്ട് തന്നെ അതിന് വലിയ പ്രാധാന്യം, വാർത്താ പ്രാധാന്യം ലഭിക്കും എങ്കിലും അത് അത്ര കൊണ്ട് വിജയിക്കില്ല എന്ന് തന്നെയാണ്. മറ്റ് ഇലക്ഷൻ ടൈം, മുന്നൊക്കെ ഇലക്ഷൻ ടൈമിൽ പ്രശാന്ത് കിഷോർ എന്ത് പറഞ്ഞാലും അത് വലിയ പ്രാധാന്യവും വാർത്തയും ഒക്കെ ആയിരുന്നു. എന്നാൽ ഇപ്പോ ഈ പറഞ്ഞത് ഇത് തന്റെ പാർട്ടിയാണ് എന്നെ പറ്റി പൊക്കി പറയുമ്പോഴും മറ്റുള്ളവരൊന്നും വളരെ മോശപ്പെടുത്തിയും പറഞ്ഞതുകൊണ്ട് അതിന് വലിയ പ്രാധാന്യം ലഭിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഏതായാലും ബീഹാറില് ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പല പ്രമുഖരും മത്സര രംഗത്തേക്ക് വരുന്നുണ്ട്, ഇലക്ഷൻ ചൂടിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാ മുന്നണികളുടെയും ഏകദേശ സീറ്റ് ധാരണകളൊക്കെ പൂർത്തിയായി കഴിഞ്ഞു. ഇനി സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളാണ് ഇനിയുള്ള ദിവസങ്ങളിൽ വരാൻ പോകുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട വീഡിയോകളുമായി വീണ്ടും കണ്ടുമുട്ടാം. അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ ഇനിയും തുടർന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ ഉണ്ടാവും. ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യുവാനും ഉറപ്പിക്കുവാനും അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം. വീണ്ടും സന്ധിക്കും വരെ വണക്കം.